ഇന്നലെ കൊച്ചിയിൽ വെച്ച് ഉള്ള ഫംഗ്ഷനിൽ വെച്ച് സോഷ്യൽ മീഡിയ അടക്കം വലിയൊരു പ്രതിഷേധം വന്നിരിക്കുന്നത് താങ്കൾ ആസിഫ് അലിയെ അപമാനിച്ചിന്റെ തരത്തിലുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ പുതിയ വിവാദം. സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി ഉപഹാരം നൽകിയതാണ് വിവാദമായത്. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശമില്ല, ഒരിക്കലും അപമാനിക്കില്ല. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ആ ചടങ്ങിൽ ഈ രമേശ് നാരായണന് ഒരു പുരസ്കാരം നൽകാൻ ഈ ചടങ്ങിൽ ഉണ്ടായിരുന്ന മുഖ്യ അതിഥികളായി ഒരാളായി പങ്കെടുത്ത ചലച്ചിത്ര താരം ആസിഫ് അലിയെ സംഘാടകർ ക്ഷണിക്കുന്നു. അപ്പോൾ ആസിഫ് അലിയും രമേശ് നാരായണനും വേദിയിലേക്ക് എത്തുന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ആസിഫ് അലിക്ക് സംഘാടകർ ഈ പുരസ്കാരം കൈമാറുന്നു. അത് രമേശ് നാരായണന് നൽകുക എന്നുള്ളതാണ് പുരസ്കാര ദാന ചടങ്ങ്. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളെടുത്തും ഞാൻ. ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. അപ്പോൾ രമേശ് നാരായണൻ ഇത് അലക്ഷ്യമായി കയ്യിലേക്ക് വാങ്ങുന്നു. അതിനുശേഷം അതായത് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ശരീരഭാഷയല്ല അപ്പോൾ അദ്ദേഹത്തിന്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം സംവിധായകൻ ജയരാജനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ജയരാജനോട് എൻ്റെ കയ്യിലേക്ക് ഇത് ഉപഹാരം കൊടുക്കുകയും തനിക്ക് നൽകാൻ വീണ്ടും ആവശ്യപ്പെടുകയുമായിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നു. പക്ഷെ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആസിഫ് അലി വരുന്നു, ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു, ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ആരാടാ ജയരാമൻ? ആ നിൽക്കുന്ന മനുഷ്യൻ. എന്തായാലും ഈ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട ചില ആളുകളോടൊക്കെ തന്നെ നാം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അതായത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചില വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. ജയരാജനും കൂടെ വിളിക്കുന്നു, ആസിഫ് അലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക, ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെന്റോ എൻ്റെ കയ്യിലിരിക്കുക. എന്നിട്ട് എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത്. ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. ജയരാജി വരുന്നു, ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. അവനെ കാണാനില്ല. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. നീ ഒന്നും പണയണ്ട. അത് കഴിഞ്ഞ് ആസിഫ് അലി നോക്കുമ്പോഴേക്കും ആസിഫ് അലി കാണുന്നില്ല. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ. ഇതാണ് നടന്നത്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.